കോപ്പി അടിക്കുന്നത് തെറ്റാണോ? കോപ്പിയടി പിടിച്ചാൽ പിന്നീട് എന്തൊക്കെയായിരിക്കും പണി വരിക? പരീക്ഷ എഴുതാൻ പറ്റില്ലേ? ഗാന്ധിജി കോപ്പി അടിച്ചിട്ടുണ്ടല്ലോ, പല മഹാന്മാരും കോപ്പി അടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് തനിക്ക് കോപ്പി അടിച്ചാൽ ഇത്ര വലിയ പ്രശ്നമാകുന്നത്? ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു രസകരമായിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പിയടിയാണ് അല്ലേ. അപ്പോൾ ഉഴപ്പന്മാർ തുടങ്ങി ഏറ്റവും ഉയർന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കോപ്പി അടിച്ചിട്ടുണ്ടാകും. അത് പരീക്ഷയ്ക്കായിക്കോട്ടെ, മറ്റു ചില സന്ദർഭങ്ങളിലായിക്കോട്ടെ, ക്ലാസ്സുകളിലായിക്കോട്ടെ. അപ്പോൾ പലരും പിന്നീട് ജീവിതത്തിലെ സ്റ്റോറികളൊക്കെ പറയുമ്പോൾ ഗാന്ധിജി തന്നെ പറയുമ്പോൾ ഏറ്റവും വലിയ കല, താൻ അഭ്യസിച്ച ഏറ്റവും വലിയ കല എന്നാണ് കോപ്പിയടിയെ പറയുന്നത്. പലതരത്തിലുള്ള മെത്തേഡുകളിലൂടെ നമ്മൾ കോപ്പി അടിച്ചിട്ടുണ്ട്, കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, കോപ്പിയടി ഇത്ര വലിയ തെറ്റൊന്നുമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോപ്പി അടിച്ച പരീക്ഷയിൽ പാസ്സായവരെല്ലാം ചെയ്തത് വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിടിക്കപ്പെടാതെയും അല്ലാതെയും കോപ്പി അടിച്ച് പാസ്സായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കോപ്പിയടി ചെയ്യുന്നതിലൂടെ നമ്മൾ മറ്റൊരാളെ തോൽപ്പിക്കുകയല്ല, നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കുകയാണ്. ഒരു പക്ഷേ അത് പഠിക്കാതെ കോപ്പി അടിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് ലഭിക്കാതെ പോവാണ്. കോപ്പിയടി സീരിയസ്ലി നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ സ്റ്റീവ് ജോബ്സ് ആയിക്കോട്ടെ, ഗാന്ധിജി ആയിക്കോട്ടെ, ഈ പറയുന്ന മറ്റ് മഹാന്മാരായിക്കോട്ടെ, അവരെല്ലാം കോപ്പി അടിച്ചവരാണോ? അങ്ങനെയെങ്കിൽ താനും ജീവിത വിജയം നേടാൻ കോപ്പി അടിക്കണമോ എന്നൊക്കെയുള്ളൊരു തെറ്റായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ തന്നെ പറയാറുണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആണ് ഭാവിയെന്ന്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഒരു 20-25, അതായത് സ്കൂളൊക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കാം. പഠിച്ചവർ, സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പഠിച്ചവർ ഒരു പൊസിഷനിൽ എത്തുന്ന ശതമാനം കൂടുതലാണ്. ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും എപ്പോഴും വിജയം കരസ്ഥമാക്കുന്നത് എന്നൊക്കെ നമ്മൾ മോട്ടിവേഷനിൽ പറയുമ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നേരെ തിരിച്ച് തന്നെയാണ്. അപ്പോൾ എന്തായാലും കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോപ്പി അടി അത്ര വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? അപ്പോൾ നമുക്ക് തന്നെ ഉത്തരം കിട്ടും. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.